ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസവും എന്ന 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ അത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. ഒരുപാട് പേരുടെ എൻക്വയറി മെസ്സേജസ് ഒക്കെ വന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകളിലേക്ക് കടക്കാം. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ? നോക്കിയേ, ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് ആദ്യം ഡെഫിനിഷൻ വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഓർഗാനിക് സംയുക്തത്തിൽ കാർബണിനോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ് ആണ് ആ ഒരു സംയുക്തത്തിന്റെ സവിശേഷമായിട്ടുള്ള കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നത്, രാസ ഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് എന്ത് പറയുക? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്കറിയാം CH4 മീതെയിൻ CH4 അല്ലെ, CH4 ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് മാറ്റി അതിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു OH അങ്ങ് കയറിയിരുന്നു, കണ്ടോ? അപ്പൊ ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ OH വരുമ്പോൾ ഇതിനെ നമ്മൾ മെത്തനോൾ എന്ന് പറയും. മെത്തനോൾ, ഓക്കെ, ആൽക്കഹോളുകളാണ്. ഇനി അടുത്തത് ഇവിടെ കണ്ടോ, ഒരു ക്ലോറിൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഒരു ഹൈഡ്രജന് പകരം, മീതെയിനിലെ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതെന്തായി? ക്ലോറോ മീതെയിൻ എന്നായി. അപ്പോഴും ഈ ഒരു സംഭവത്തിന്റെ മൊത്തത്തിലുള്ള രാസ ഭൗതിക ഗുണങ്ങളെല്ലാം മാറ്റം വരുന്നുണ്ട്. നോക്കിക്കോളൂ, മീതെയിനിലെ ഒരു ഹൈഡ്രജന് പകരം OH ഗ്രൂപ്പ് വരുന്ന സംയുക്തമാണ് മെഥനോൾ. ഇതുപോലെ Cl ആറ്റം, ക്ലോറിൻ ആറ്റം വരുന്ന ഒരു സംയുക്തമാണ് ക്ലോറോമീതെയിൻ. മീതെയിന്റെ രാസഭൗതിക സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മെത്തനോളിന്റെയും ക്ലോറോമീതെയിന്റെയും രാസഭൗതിക സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താന്നുള്ളത്. ഒരു ഓർഗാനിക് സംയുക്തത്തില് കാർബണിനോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പുകൾ, ആ ആറ്റം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആറ്റമാണ് ആ ഒരു സംയുക്തത്തിന്റെ സവിശേഷമായിട്ടുള്ള രാസഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ആ ഒരു ആറ്റം ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു 6ഓളം ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഈ ഒരു SCERT ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും ആദ്യം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് നോക്കാം. ഓക്കെ, മീതെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്തു, ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്ത് OH ഗ്രൂപ്പ് വന്നതിന്റെ ഫലമായിട്ടാണ് മെത്തനോളിന്റെ ഘടന ഉണ്ടാവുന്നത് നമ്മൾ മുകളിൽ കണ്ടല്ലോ. ഇതാണ് മീതെയിൻ. ഈ മീതെയിനിൽ ഇവിടുത്തെ നമ്മൾ ഒരു എച്ചിനെ നമ്മൾ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ OH ഗ്രൂപ്പ് കയറിയിരുന്നു, അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ. അപ്പോഴാണ് ഇതെന്താവുന്നത്? മെഥനോൾ ആവുന്നത് അല്ലെ. OH ഗ്രൂപ്പ് വന്നപ്പോഴാണ് ഇതൊരു ആൽക്കഹോൾ ആയിട്ട് മാറിയത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മീതെയിന്റെയും അതുപോലെ മെഥനോളിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആവട്ടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആവട്ടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ കാർബൺ ചെയിനിലുള്ള OH ഗ്രൂപ്പാണ് മെഥനോളിന്റെ പ്രധാന സ്വഭാവങ്ങൾക്ക് കാരണം. ഈ കാർബൺ ചെയിനിലുള്ള OH, പുതിയതായിട്ട് വന്നിട്ടുള്ള OH ഗ്രൂപ്പാണ് മെഥനോളിന്റെ ഒരു സ്വഭാവത്തിന് കാരണമായിട്ട് വരുന്നത്. മനസ്സിലായോ പറഞ്ഞു വന്നത് എന്താന്ന്? ഇനി അടുത്ത എന്താ പറയുന്നത്? ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകൾ. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളില് നോക്കിയേ, OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് ആൽക്കഹോളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്താണ് ഈ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകൾ? നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അതിന് ബ്രാഞ്ചസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരായിട്ടുള്ള ശൃംഖല അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിനോ അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയിനോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചെയിനോ ഒക്കെ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവയില് കാർബൺ ആറ്റങ്ങൾ, ഈ കാർബൺ ആറ്റങ്ങൾക്ക് പകരം ഇങ്ങനെ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റം അല്ല ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കയറി ഇരിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? അതിന് പേര് മാറ്റം വരും. OH ആണ് വരുന്നതെങ്കിൽ അത് ആൽക്കഹോൾ ആയിട്ട് വരും. മനസ്സിലായല്ലോ? ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നു. OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ആൽക്കഹോളുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നവയെ നമുക്ക് ആൽക്കഹോളുകൾ എന്ന് വിളിക്കാം. അപ്പൊ നോക്കിയേ, അതുപോലെയാണ് നമ്മൾ ഈ മുകളിൽ തന്നിട്ടുള്ള, കണ്ടോ, ഈ മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു സംഭവം മെഥനോൾ, കണ്ടോ, OH ആണ് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നത്. ഇത് ആൽക്കഹോൾ ആണ്, മെഥനോൾ എന്ന് പേരുള്ള ആൽക്കഹോൾ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇനി IUPAC രീതി അനുസരിച്ച് ആൽക്കഹോളുകളെ നാമകരണം ചെയ്യുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കെയിനിന്റെ പേരിലെ ഇക്ക് പകരം ഓൾ എന്ന പ്രത്യയം ചേർത്തിട്ടാണ്. കണ്ടോ, ആൽക്കെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞത് മീതെയിൻ ആയിരുന്നു അല്ലെ. CH4 എന്നുള്ളത് മീതെയിൻ ആയിരുന്നില്ലേ? CH4 ഒന്നുകൂടെ വരയ്ക്കാമേ. കണ്ടോ, ഇതാണ് CH4. ഈ CH4 നമ്മൾ എന്ത് വിളിക്കും? മീതെയിൻ എന്ന് വിളിക്കും. അപ്പൊ ഈ മീതെയിനിലെ ഈ മാറ്റണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആയിട്ട് വരുമ്പോ അവിടെ നമ്മൾ ഈ ഒരു മാറ്റിയിട്ട് അതിന് വേറൊരു പേരാണ് കൊടുക്കുക. എന്താ കൊടുക്കുക? നോക്കിയേ, ഓൾ ആണ് ചേർക്കേണ്ടത്.
ഈ മാറ്റിയിട്ട് അവിടെ ഓൾ ചേർക്കണം. അപ്പൊ ഇതിന്റെ പേര് എന്തായി മാറും? മെത്തനോൾ എന്നായിട്ട് മാറും. മെത്തനോൾ. ഇതാണ് മീതെയിൻ, ഇത് മെത്തനോൾ ആയിട്ട് മാറും. മനസ്സിലായോ? ഈ OH ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ മെത്തനോൾ എന്നായി ചേർക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. മീതെയിനിലെ ഈ മാറ്റിയിട്ട് അവിടെ ഓൾ ചേർക്കുക, മെത്തനോൾ എന്നായിട്ട് മാറും. അപ്പൊ അതിനെ എങ്ങനെ എഴുതും? CH3OH എന്ന് എഴുതും അല്ലെ? CH4 മീതെയിൻ ആണ്, CH3OH ആണെങ്കിൽ അത് മെത്തനോൾ ആണ്. ഇനി നോക്കിയേ, CH3CH2OH ഇതെന്താണ്? എത്തനോൾ ആണ്. എത്തനോൾ നോക്കാട്ടോ. ഇനി ചുവടെ നൽകിയിരിക്കുന്ന രണ്ട് ഘടനകൾ വിശകലനം ചെയ്യുക. രണ്ട് സംയുക്തങ്ങളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ രണ്ട് സംയുക്തങ്ങളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം CH3, CH2, CH2OH എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മുഖ്യ ചെയിനിലെ രണ്ട് സംയുക്തങ്ങളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ഗ്രൂപ്പാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു OH ഗ്രൂപ്പാണെന്നുള്ളത്. ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. തന്മാത്രാ സൂത്രം എന്താണെന്ന് എഴുതണം. നമുക്ക് എഴുതിയാലോ? അപ്പൊ ആദ്യത്തേതില് നോക്കിയേ, CH3, CH2, CH2OH മൊത്തം എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി നോക്കിയേ. മൊത്തം എത്ര കാർബൺ ഉണ്ട് ഇവിടെ? ഒന്നാമത്തേതിൽ 1, 2, 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ അത് പ്രൊപ്പെയിൻ ആണ്, പ്രൊപ്പെയിൻ. ഇനി OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന്റെ ശരിയായ സ്ഥാനം എവിടെയാന്ന് നോക്കണം. എവിടെയാണ്? നമ്മൾ നമ്പർ കൊടുക്കുകയാണ് 1, 2, 3. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ അവിടെ വന്നിട്ടുണ്ട് OH അല്ലെ? അപ്പൊ ഇതിന്റെ IUPAC നാമം നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയോണേ, പ്രൊപ്പ്. പിന്നെ എന്ത് ചെയ്യണം? പ്രൊപ്പനോൾ അല്ലെ? പ്രൊപ്പനോൾ ആണ് വരുന്നത്. പ്രൊപ്പനോൾ ഒന്നല്ലേ വരുന്നത്? പ്രൊപ്പനോൾ എന്നുള്ളത് പ്രൊപ്പ് 1 ഓൾ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ പ്രൊപ്പനോൾ എന്ന് തന്നെ നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണെങ്കിലോ, ഇതും എത്ത് പ്രൊപ്പാണ് അല്ലെ? പ്രൊപ്പാണ്, പ്രൊപ്പനോൾ ആണ്. പ്രൊപ്പനോളിന്റെ എവിടെയാണ് പൊസിഷൻ വന്നിരിക്കുന്നത്? നോക്കി, 1, 2, 3 എങ്ങനെ പേര് കൊടുത്താലും രണ്ടാമത്തെ സ്ഥാനസംഖ്യയാണ് വരിക. അപ്പൊ പ്രൊപ്പ് 2 ഓൾ എന്നാണ് ഇതിന്റെ പേര് വരിക. പ്രൊപ്പ് 2 ഓൾ. ഓക്കെ, ഇനി രണ്ട് സംയുക്തങ്ങളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് ഇവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലെ? രണ്ട് സംയുക്തങ്ങളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് ഇവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, രണ്ടിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ OH ഗ്രൂപ്പിന്റെ സ്ഥാനം കൂടി വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ നോക്കാം, ഈ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. OH ഗ്രൂപ്പുള്ള കാർബൺ ഉൾപ്പെടുന്ന ചെയിനിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കണം. OH ഗ്രൂപ്പ് വരുന്നതിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്ന കാർബണിന് ചെറിയ സ്ഥാനസംഖ്യ, കണ്ടോ? ചെറിയ സ്ഥാനസംഖ്യ മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതേ ഫോർമാറ്റിലാണ് ഞാനിവിടെ പേര് കൊടുത്തത്. ഇനി ആ പേര് കൊടുത്ത രീതി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ. നോക്കാം, ഫങ്ഷണൽ ഗ്രൂപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്ന കാർബണിന് ചെറിയ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധം കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകണം. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കെയിന്റെ പേരിലെ ഈ മാറ്റിയിട്ട് OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ നൽകിയാൽ ഓൾ എന്ന് ചേർക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ഇതാ മുകളിലേക്ക് പോവാം. ഞാനിത് വായിക്കാതെ തന്നെ ആ പേര് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ മുകളിലത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ഈസി ആണ് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഇവിടെ നോക്കാം. ഞാൻ ആ പേര് ഒന്നുകൂടി ആ ഒരു സ്ട്രക്ചർ ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഘടന എഴുതാം. CH3, CH2, CH2OH. ഒന്ന് ഇതായിരുന്നല്ലോ. മറ്റേത് CH3, CH, CH3OH ഇങ്ങനെയായിരുന്നില്ലേ? ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കുന്നത് ഒന്നുകൂടി പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. OH വരുന്നത്, OH ഗ്രൂപ്പുള്ള കാർബൺ ഉൾപ്പെടുന്ന ചെയിനിനെ പ്രധാന ചെയിനായിട്ട് നമുക്ക് പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്ന കാർബണിന് ചെറിയ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധം നമുക്ക് നമ്പർ കൊടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാം. 1, 2, 3. ഇനി അത് പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ സ്ഥാനമല്ലേ കിട്ടണ്ടേ? അപ്പൊ ഇങ്ങനെ നമ്പർ കൊടുത്താലോ? 1, 2, 3 അല്ലെ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ 1 നമ്പർ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഏതാണ്? എത്ത് പ്രൊപ്പ് 3 എണ്ണമാണ്. അപ്പൊ നമുക്ക് പ്രൊപ്പ് എന്ന് കിട്ടി അല്ലെ? പ്രൊപ്പ് എന്ന് കിട്ടി. പ്രൊപ്പ്. ഓക്കെ, അപ്പൊ പ്രൊപ്പെയിൻ എന്നാണ് നമ്മൾ പറയുക സാധാരണ. എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു CH3 കൂടി ആണെങ്കിൽ പ്രൊപ്പെയിൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഈ അങ്ങോട്ട് മാറ്റണം. അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു ഹൈഫൺ കൊടുക്കണം. എന്നിട്ട് OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഒരു ഹൈഫൺ കൊടുക്കണം. എന്നിട്ട് ഓൾ ചേർക്കണം. അങ്ങനെയാണ് എന്ത് വന്നത്? പ്രൊപ്പനോൾ എന്ന് പേര് വന്നത്. പ്രൊപ്പനോൾ. ഓക്കെ, ഞാനത് ജസ്റ്റ് പേര് ഇത്രയും ഡിഫൈൻ ചെയ്യാതെ അല്ലെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാതെ പേരിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രൊപ്പനോൾ എന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇതാണെങ്കിലോ നമ്മൾ നമ്പർ കൊടുക്കാം. നമുക്ക് 1, 2, 3.
ഈ രീതിയിൽ പേര് കൊടുത്തു അല്ലെ. മൊത്തത്തിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം അല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? പ്രൊപ്പൈൻ എന്ന് വരും അല്ലെ. പ്രൊപ്പൈൻ എന്നല്ലേ വരിക അത്. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഈ മാറ്റണം. ഈ മാറ്റിയിട്ട് ഇവിടെ ആൽക്കഹോൾ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റിയിട്ട് ആൽക്കഹോളിന്റെ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൽക്കഹോളിന്റെ നമ്പർ വന്നത് ഏതാണ്? 2 ആണ് അല്ലെ. ബ്രാഞ്ച് വന്നത് 2-ലല്ലേ. ഓക്കെ. ഇനി ഈ മാറ്റിയിട്ട് എന്ത് കൊടുക്കാനാ പറഞ്ഞത്? ഓൾ കൊടുക്കണം. അപ്പൊ എന്ത് വന്നു? പ്രൊപ്പാൻ 2 ഓൾ എന്ന് വന്നു. മനസ്സിലായോ? പ്രൊപ്പാൻ 2 ഓൾ എന്ന് വന്നു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആൽക്കെയിനിലെ ആ ഒരു ഇ നമ്മളങ്ങ് മാറ്റണം. എന്നിട്ട് എന്ത് കൊടുക്കുക? OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ കൊടുക്കണം. എന്നിട്ട് ഓൾ എന്ന് ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. സംഭവങ്ങളെല്ലാം ഒരുപോലെയാണ്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇനി ഇവിടെ നോക്കിയേ, സംയുക്തം 1ന്റെ IUPAC നാമം എഴുതുന്ന രീതിയാണെന്ന് പറഞ്ഞത് കണ്ടോ. പ്രൊപ്പൻ 1 ഓൾ എന്ന് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. ഇനി ഇതാ അടുത്തത് നോക്കിയേ, CH3, CH2, CH2, CH, CH3 ഇതാണല്ലോ. ഇതിന് നമുക്ക് പേര് കൊടുക്കാം അല്ലെ. എങ്ങനെ പേര് കൊടുക്കാം നോക്കിയേ. ആദ്യം നമുക്ക് ഇതിന് നമ്പർ കൊടുക്കാം. 1, 2, 3, 4, 5 ഇങ്ങനെ കൊടുത്താൽ ഇവിടെ 4 വരിക. നമ്മൾ റൈറ്റിന് ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. 1, 2, 3, 4, 5 ഇവിടെ 2 വന്നു. അപ്പൊ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടി. നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇനി മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5 അപ്പൊ പെന്റ് വന്നു അല്ലെ. ഓക്കെ. പെന്റെയിൻ എന്നായിരിക്കണം വരേണ്ടത്. പക്ഷെ ഇവിടെ ആൽക്കഹോൾ വന്നുകൊണ്ട് നമ്മളിവിടെ ഇ മാറ്റണം. എന്നിട്ട് പൊസിഷൻ കൊടുക്കണം 2. പിന്നെ ഇക്ക് പകരം എന്ത് ചെയ്യുക? ഓൾ കൊടുക്കണം. ഓക്കെ. അപ്പൊ പെന്റൻ 2 ഓൾ എന്നാണ് വരിക. പെന്റ് 2 ഓൾ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഒന്നുകൂടി നോക്കിയിട്ട് വരാം നമുക്ക്. ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ OH ഗ്രൂപ്പാണ്. ആൽക്കഹോൾ ആണ് അവിടെ വരുന്നത്. ഓക്കെ. OH ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ആൽക്കെയിനിലെ ഈ ഒഴിവാക്കിയിട്ട് ഓൾ ചേർക്കുക, ആൽക്കനോൾ എന്നുള്ളത്. ഇനി ബ്രാഞ്ച് നെയിം ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക? ബ്രാഞ്ച് നെയിമും കൂടി ചേർത്തിട്ട് ഓൾ എന്നുള്ളത് കൊടുക്കണം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഗ്രൂപ്പിനെ കുറിച്ച് നോക്കാം. കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് നോക്കാം. കാർബോക്സിൽ ഗ്രൂപ്പ് നോക്കാം കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ രീതിയിലാണ് അതിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. COOH എന്നുള്ളത്. COOH എന്നുള്ളതാണ് കേട്ടോ കാർബോക്സിൽ ഗ്രൂപ്പ്. നോക്കിയാലോ. ഓക്കെ. അപ്പോ COOH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങൾ കാർബോക്സിലിക് ആസിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കാർബോക്സിലിക് ആസിഡിനെ കുറിച്ചാണ് പറയുന്നത്. കാർബോക്സിലിക് ആസിഡുകൾ COOH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് IUPAC നാമം നൽകുന്നതിന് കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെതുൾപ്പെടെ മുഖ്യ ചെയിനിലുള്ള മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെയും എണ്ണം പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ലഭിക്കുന്ന ആൽക്കെയിന്റെ നാമത്തിലെ അവസാന അക്ഷരമായിട്ടുള്ള ഇ മാറ്റണം. ഈ മാറ്റിയിട്ട് അവിടെ ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. കണ്ടോ, ആൽക്കെയിൻ ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? ഈ ഇ അങ്ങ് കളഞ്ഞേക്കണം. എന്നിട്ട് അവിടെ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. അപ്പൊ എങ്ങനെ വരും? ആൽക്കനോയിക് ആസിഡ് എന്ന് വരും. ആൽക്കനോയിക് ആസിഡ്. കണ്ടോ. ഇനി മീതെയിൻ CH4 ആണെന്ന് വെക്കാം. ഈ CH4 നോക്കാം. ഈ CH4 എന്ത് ചെയ്തു? ഓയിക് ആസിഡ് ആണ് ചേരുന്നതെങ്കിൽ, അതായത് COH ആണ് വരുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഈ മീതെയിന്റെ ഇ ഇല്ലേ, ഈ അങ്ങ് മാറ്റണം. ഈ മാറ്റിയിട്ട് അവിടെ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. അപ്പൊ എങ്ങനെ വരും? മെത്തനോയിക് ആസിഡ് എന്ന് വരും. മെത്തനോയിക് ആസിഡ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ കണ്ടോ, ഇതിന്റെ IUPAC നാമം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ IUPAC നാമം. ഈ കാർബോക്സിലിക് ആസിഡ് COH നമ്മൾ എഴുതുമല്ലോ, അതിനേതാ ഈ രീതിയിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഇത് കണ്ടോ, ഇത് ശരിക്കും CH4 മീതെയിനിലെ ഇങ്ങനെ വന്നിട്ടുള്ള ഇത് കണ്ടോ, ഇത് മീതെയിൻ അല്ലെ. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്താൽ ഇത് മീതെയിൻ ആണ്. ഇതിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ എന്ത് വന്നു? ഇവിടെ കണ്ടോ, COOH ആണ് വന്നത്. അപ്പൊ അതിനെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന പോലെ. CH3C ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ട് കൊടുത്തിട്ട് ഈ രീതിയിൽ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയല്ലേ കാർബണിന് മൊത്തം 4 ബോണ്ടുകൾ ലെവലായി വരുവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കാം. ഇതിന്റെ IUPAC നാമം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാ എഴുതുക? ഇത് കണ്ടോ, ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് എണ്ണണം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. ഇവിടെ ഒരു കാർബൺ ആറ്റം വരുന്നുണ്ട്, ഇവിടെയും ഒരു കാർബൺ ആറ്റം വരുന്നുണ്ട്. 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റം ആകുമ്പോൾ നമുക്ക് എന്താണ്? ഈതെയിൻ എന്നാണ് നമ്മളെ പറയുക. അതായത് ഈനെ നമുക്ക് അങ്ങ് ഒഴിവാക്കണം. എന്നിട്ട് അവിടെ എന്ത് ആഡ് ചെയ്യണം? ഓയിക് ആസിഡ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വന്നു? എത്തനോയിക് ആസിഡ് എന്ന് വന്നു. മനസ്സിലായോ? അങ്ങനെയാണ് അതിന്റെ പേര് കൊടുക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഈ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സ് നമുക്ക് ഫിൽ ചെയ്യണം. ഇത് നോക്കിയേ,
HCOOH ഇതിന്റെ IUPAC നാമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒന്നാണുള്ളത് അല്ലെ? ഒന്നല്ലേ ഉള്ളത്. അപ്പൊ അതെങ്ങനെ എഴുതാം? മെത്ത് അല്ലെ, മീതെയിൻ എന്നാണ് നമ്മൾ എഴുതുക, മീതെയിൻ. അപ്പൊ ഇതിനകത്തെ ഈനെ അങ്ങ് കളയണം. ഈനെ കളഞ്ഞിട്ട് അവിടെ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. ഓയിക് ആസിഡ് പ്ലസ് ഓയിക് ആസിഡ്. അപ്പൊ എന്ത് വന്നു ഇതിന്റെ പേര്? മെഥനോയിക് ആസിഡ് എന്ന് വന്നു. മനസ്സിലായോ? മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ്. ഇത് നമ്മൾ പറഞ്ഞതാണ് എത്തനോയിക് ആസിഡ്. മെത്ത് എത്ത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മാറ്റിയിട്ട് ഓയിക്ക് ചേർക്കണം. അപ്പൊ എത്തനോയിക് ആസിഡായി. ഇനി പ്രൊപ്പനോയിക് ആസിഡ് നമുക്ക് എഴുതണം. എങ്ങനെ എഴുതാം? പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ മൊത്തം 3 കാർബൺ ആറ്റം ആണ് വരേണ്ടത് അല്ലെ. 3 കാർബൺ ആറ്റം വന്നു. അതിൽ ഒന്നാമത്തെ ലാസ്റ്റ് എന്തായിരിക്കണം? ഒരെണ്ണം ഈ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഇനി ഇവിടെ ഒരു CH3, ഇവിടെ H3 ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് വന്നു. അപ്പൊ 4 കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി ഇവിടെ എത്ര എണ്ണം വേണം? ഇവിടെ ഓൾറെഡി 2 ബോണ്ട് ഉണ്ട്. ഇനി ഹൈഡ്രജൻ 2 എണ്ണം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. CH3, CH2, COOH പ്രൊപ്പനോയിക് ആസിഡ്. ഇതൊക്കെ എങ്ങനെയാണ് എച്ചിന്റെ എണ്ണം തീരുമാനിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാതെ പോയത്. ആ പാട്ട് കാണാത്തവര് അത് കണ്ടതിന് ശേഷം വേണം ഈ ഭാഗങ്ങളിലേക്ക് വരാൻ. എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, ഈ ലാസ്റ്റ് തന്നിരിക്കുന്നതിന്റെ IUPAC നാമമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാർബോക്സിലിക് ആസിഡിന്റെ ഈ ഒരു കാർബണും കൂടി എണ്ണണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് പ്രത്യേകം ഓർക്കണം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് 4 കാർബൺ ആറ്റം ഉണ്ടല്ലോ. അപ്പൊ എന്ത് വേണം? ഇതാ നോക്കിയേ, ബ്യൂട്ടൈൻ എന്ന് എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിലെ ഈ മാറ്റുക, COOH അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. അപ്പൊ എന്തായി? എന്റെ പേരെന്താണ്? ബ്യൂട്ടനോയിക് ആസിഡ്. അത്രേ ഉള്ളൂ. ബ്യൂട്ടനോയിക് ആസിഡ്. മനസ്സിലായോ? ഇനി അടുത്ത ഒരു ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിലേക്ക് പോണേ മുന്നേ ഇവിടെ നമുക്ക് ബോക്സിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയേക്കാം. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റിനെ കുറിച്ചാണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ഈ ഒരു SCERT ബോക്സിലിട്ട് തന്നുകൊണ്ട് നമുക്കതൊന്ന് പഠിച്ചു വെച്ചേക്കണം. MSG എന്ന് തന്നാലും ഇതെന്താ നമ്മൾ അറിയണം. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. MSG. അപ്പൊ നോക്കിയേ, ഭക്ഷ്യവസ്തുക്കളിൽ പലപ്പോഴും രുചിവർദ്ധകമായി ചേർക്കുന്ന പദാർത്ഥമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് പോയിന്റ്, രുചിവർദ്ധകമായി ചേർക്കുന്ന പദാർത്ഥമാണ് മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഈ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണം, ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ഈ സംയുക്തം. ഗന്ധമില്ല. അടുത്ത പോയിന്റ്, ഗന്ധമില്ല. പിന്നെ എങ്ങനെയാ? വെളുത്ത പരൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഈ സംയുക്തം അജിനോമോട്ടോ എന്ന വ്യാപാര നാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. അജിനോമോട്ടോ എന്ന വ്യാപാര നാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. നോക്കിയേ, മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ രുചിവർദ്ധകമായി ഉപയോഗിക്കുന്ന വസ്തുവാണ്. പിന്നെന്താ പറഞ്ഞത്? ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ഈ സംയുക്തം. സോഡിയം ലവണം എന്ന് പറയുമ്പോൾ എന്താ? അവിടെ സോഡിയത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ C5H8, C5H8, പിന്നെ NO4Na. ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. കെമിക്കൽ ഫോർമുല C5H8NO4Na എന്ന രീതിയിലാണ്. അതായത് ഇതിന്റെ പേര് വരുന്നത് സോഡിയം 2 അമിനോ പെന്റെയിൻ ഡയോഡേറ്റ് എന്നാണ് കേട്ടോ. അതൊന്നും വേണ്ട, ഈ ഒരു കെമിക്കൽ ഫോർമുല ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. C5H8NO4Na എന്നുള്ളതാണ്. രുചിവർദ്ധകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ്. സോഡിയം ഇവിടെ വന്നിട്ടുണ്ടോ? സോഡിയം ലവണമാണ്. പിന്നെന്താ? ഗന്ധമില്ല, വെളുത്ത പരൽ രൂപത്തിൽ കാണപ്പെടുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അജിനോമോട്ടോ എന്ന വ്യാപാര നാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു MSG അല്ലെങ്കിൽ അജിനോമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു ആസിഡ് ആണ് കേട്ടോ. ഒരു ആസിഡ് ആണ് കണ്ടോ. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണം. ഓക്കെ. ഗന്ധമില്ല, വെളുത്ത പരൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. C5H8NO4Na എന്നുള്ളതാണ് അതിന്റെ കെമിക്കൽ ഫോർമുലയായിട്ട് വരുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അജിനോമോട്ടോ രാസപരമായി ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ ചോദിക്കാം. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അതിനു മുമ്പ് ഇവിടെ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കിയാലോ? നോക്കിയേ, നീളം കൂടിയ ആലിഫാറ്റിക് ചെയിനുള്ള നോക്കൂ ഫാറ്റി ആസിഡുകൾ. നീളം കൂടിയ ആലിഫാറ്റിക് ചെയിനുള്ള
പൂരിതമോ അപൂരിതമോ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡുകൾ. അപ്പോൾ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയിട്ടുള്ള ആലിഫാറ്റിക് ചെയിൻ എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആലിഫാറ്റിക് ചെയിനുകളിൽ തന്നെ പൂരിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ അപൂരിതമായിട്ടുള്ളതോ ഉള്ള കാർബോക്സിലിക് ആസിഡുകളെയാണ് എന്ത് പറയുന്നത്? പൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളാണ്. അപൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണുകളാണ്. അപ്പൊ നീളം കൂടിയ ആലിഫാറ്റിക് ചെയിനിൽ പൂരിതമാവാം അല്ലെങ്കിൽ അപൂരിതമായിട്ടുള്ള കാർബോക്സിലിക് ആസിഡുകളാണ്. അങ്ങനെയുള്ള കാർബോക്സിലിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നോക്കിയേ, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഫാറ്റി ആസിഡിന് ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പാൽമിറ്റിക് ആസിഡ്, മറ്റൊന്ന് സ്റ്റിയറിക് ആസിഡ് എന്നിവയാണ്. ഇവയിൽ യഥാക്രമം 16ഉം 18ഉം കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 16 കാർബൺ ആറ്റം ഉണ്ട്. ഇനി സ്റ്റിയറിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൽ 18 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ. ഫാറ്റി ആസിഡുകൾക്ക് വിപുലമായ വാണിജ്യ പ്രയോഗങ്ങളുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സോപ്പുകൾ, ഡിറ്റർജന്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇവ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണമാണ് സോപ്പുകൾ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണങ്ങളാണ് സോപ്പുകൾ. മനുഷ്യരുടെ ഭക്ഷണക്രമത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒമേഗ ഫാറ്റി ആസിഡുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഈ മത്തി, അതുപോലെ അയല, ആ മീനുകളിലൊക്കെ ഒമേഗ ഫാറ്റി ആസിഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞ 2 പോയിന്റുകൾ പ്രത്യേകമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? ഈ മുകളിലേക്ക് വരുന്ന പോയിന്റുകൾ ഫാറ്റി ആസിഡുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പാൽമിറ്റിക് ആസിഡും അതുപോലെ സ്റ്റിയറിക് ആസിഡും ആണ് SCERT-യിൽ തന്നിരിക്കുന്നത്. അതിൽ ഈ പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റംസും പിന്നെയോ സ്റ്റിയറിക് ആസിഡിൽ 18 കാർബൺ ആറ്റംസും ആണ് ഉള്ളത്. പിന്നെ ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണമാണ് സോപ്പുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒമേഗ ഫാറ്റി ആസിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒമേഗ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഭക്ഷണക്രമത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒമേഗ ഫാറ്റി ആസിഡുകൾ അല്ലെ? അപ്പൊ ഈ ഒമേഗ ഫാറ്റി ആസിഡ് നമുക്കറിയാം ശരീരത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഒമേഗ 6 ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി ഇതാ അടുത്ത പോയിന്റ്, അടുത്തൊരു ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കുന്നത്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO എന്നുള്ള രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പുകൾ പഠിച്ചു? ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ OH ഗ്രൂപ്പാണ്. രണ്ടാമത് കാർബോക്സിൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു അല്ലെ? COH അല്ലെ? ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. CHO ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നോക്കിയാലോ? നോക്കിയേ, CHO ഫംഗ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളാണ് ആൽഡിഹൈഡുകൾ എന്ന് പറയുന്നത്. CHO ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുള്ള സംയുക്തങ്ങളാണ് ആൽഡിഹൈഡുകൾ. നോക്കി വയ്ക്കാം. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ് കേട്ടോ, ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇനി ഇതിന് IUPAC നാമം നൽകുന്നതിന് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റേതുൾപ്പെടെയുള്ള മുഖ്യ ചെയിനിലുള്ള മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെയും എണ്ണം പരിഗണിക്കണം. ഇങ്ങനെ ലഭിക്കുന്ന ആൽക്കീന്റെ നാമത്തിലെ അവസാന അക്ഷരമായിട്ടുള്ള E മാറ്റി എന്ത് ചേർക്കണം? AL എന്ന് ചേർക്കണം. കണ്ടോ? E മാറ്റിയിട്ട് എന്ത് ചെയ്യണം? AL എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും? ആൽക്കനാൽ എന്നാണ് വരിക. കണ്ടോ? ഇപ്പൊ നോക്കിയേ, മീതെയിൻ ആണെന്ന് വിചാരിക്കുക. ആ മീതെയിനിൽ E അങ്ങോട്ട് മാറ്റണം. മീതെയിനിൽ E മാറ്റി കളഞ്ഞാൽ പിന്നെ എന്ത് ചേർക്കുക? ഒരു AL ആൾ ചേർക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ മെത്തനാൽ എന്നായിരിക്കും ഈ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ പേര് വരുന്നത്, IUPAC നാമം വരുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട് രണ്ടാമത്തേതില്? 1, 2 കാർബൺ ആറ്റം വന്നിട്ടുണ്ട് അല്ലെ? 2 കാർബൺ ആറ്റം. അപ്പൊ 2 കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ ഗ്രൂപ്പ് നമുക്കറിയാം ഈഥെയിൻ ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇനി ഇതിന്റെ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ IUPAC നാമം നമുക്ക് കണക്കാക്കണം. എങ്ങനെ കണക്കാക്കും? നോക്കിയേ, ഈഥെയിൻ ആണെന്ന് നമുക്കറിയാം. ഈഥെയിൻ ആണ് ഇതിന്റെ ആൽക്കെയിന്റെ പേര്. ഇതിനകത്ത് E മാറ്റണം. E നമുക്ക് വേണ്ട. E മാറ്റിയിട്ട് എന്ത് ചേർക്കണം? AL ചേർക്കണം. അപ്പൊ എന്ത് വന്നു? എത്തനാൽ എന്ന് വന്നു. കണ്ടോ? അതിന്റെ IUPAC നാമം എന്താണ്? എത്തനാൽ. കിട്ടിയോ? ഇനി അടുത്ത നോക്കിയേ. ഇനി ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും നോക്കാം. ബ്യൂട്ടനാൽ ആണ് നമുക്ക് വേണ്ടത്.
ബ്യൂട്ടനാൾ എന്ന് പറയുമ്പോൾ ഇതില് ഈ ഒരു ഗ്രൂപ്പിന്റെയും കൂടി എണ്ണീറ്റാണ് നമ്മൾ പേര് കൊടുക്കുന്നത് അല്ലെ. ഈ ഒരു ഗ്രൂപ്പിന്റെയും കൂടി എണ്ണി പേര് കൊടുക്കുമ്പോൾ മൊത്തം 4 കാർബൺ ആറ്റം അവിടെ വരണം. നോക്കാം. ഓക്കെ, അപ്പൊ മൊത്തം 4 കാർബൺ ആറ്റം വരണം. അപ്പൊ എങ്ങനെ എഴുതും പേര്? ബ്യൂട്ടനാൾ ആണ്. ബ്യൂട്ടനാൾ. നോക്കി, അപ്പൊ സി 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 സി. ഓക്കെ, ബ്യൂട്ടനാൾ വരണം. അപ്പൊ ഒരെണ്ണം CHO ആണ് അല്ലെ. CHO ആണ് വരുന്നത്. പിന്നെ ഇവിടെയോ, ഇവിടെ CH3 വരും. ഇവിടെ ഒരു ബോണ്ടും കൂടി വന്നു. അപ്പൊ 4 കംപ്ലീറ്റ് ആയല്ലോ. ഇനി അടുത്തതോ, ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട് അല്ലെ. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്. അപ്പൊ ഇത് CH2 ആണ് വരിക. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയും ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെയും ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയാ വരിക? CH2 വരും. അപ്പൊ ബ്യൂട്ടനാൾ എന്ന് പേര് വന്നു അല്ലെ. ഇനി അടുത്തത് നമ്മൾ ഇതിനെ ഒന്ന് പേര് കൊടുക്കണം. എങ്ങനെ കൊടുക്കാം? നോക്കിയേ, എത്ര കാർബൺ ആറ്റം ഉണ്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ്. അപ്പൊ പ്രൊപ്പെയിൻ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൽ ഈ മാറ്റിയിട്ട് അതിൽ ഓള് ചേർക്കണം അല്ലെ. അപ്പൊ എങ്ങനെ വരും? പ്രൊപ്പനാൾ എന്ന് വരും. പ്രൊപ്പനാൾ. ഇനി പെന്റനാൾ എങ്ങനെ എഴുതും? പെന്റനാൾ പെന്റനാൾ എഴുതണമെങ്കിൽ മൊത്തം 5 കാർബൺ ആറ്റം വേണം. 1 2 3 4 5. അതിലൊന്ന് ഈ ഒരു ഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ബാക്കി നമുക്ക് കൊടുക്കാം. ഹൈഡ്രജന്റെ എണ്ണം കൊടുക്കാം. ഇവിടെ 3, ഇവിടെ 2, ഇവിടെയും 2, ഇവിടെയും 2 വരും അല്ലെ. പെന്റനാൾ കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ ഗ്രൂപ്പ് നോക്കിയേ, കീറ്റോ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടോ ഈ രീതിയിലാണ് കേട്ടോ. C ഡബിൾ ബോണ്ട് O എന്നുള്ള രീതിയിലാണ് കണ്ടോ. അപ്പോ ഈ C ഡബിൾ ബോണ്ട് O ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് കീറ്റോണുകൾ എന്ന് പറയുന്നത്. കീറ്റോൺസ്. ഓക്കെ, കീറ്റോൺസ്. ഇങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളാണ് കീറ്റോണുകൾ. ഇനി ഇവയ്ക്ക് IUPAC നാമം നൽകുന്നത് കീറ്റോ ഗ്രൂപ്പിന്റേത് ഉൾപ്പെടെ കണ്ടോ, കാർബൺ ആറ്റം എവിടൊക്കെ വരുന്നുണ്ടോ അതെല്ലാം എണ്ണണം. കീറ്റോ ഗ്രൂപ്പിന്റേത് ഉൾപ്പെടെ മുഖ്യ ചെയിനിലുള്ള മുഴുവൻ കാർബൺ ആറ്റങ്ങളുടെയും എണ്ണം പരിഗണിക്കണം. ഇങ്ങനെ ലഭിക്കുന്ന ആൽക്കെയിന്റെ നാമത്തിലെ അവസാന അക്ഷരമായിട്ടുള്ള E മാറ്റി ഓൺ എന്ന് ചേർക്കണം. കീറ്റോണിന്റെ ഓൺ ചേർക്കണം. കണ്ടോ, ആൽക്കെയിൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ E അങ്ങ് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കണ്ടോ, കീറ്റോൺ ഗ്രൂപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഈ ഓൺ നമ്മൾ ഇങ്ങനെ എടുക്കും. അപ്പൊ ഓൺ ചേർക്കും. അപ്പൊ കണ്ടോ, ആൽക്കനോൺ എന്ന് വരും. ആൽക്കനോൺ. ഇനി ഇതിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാ നോക്കാം. കണ്ടോ, ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3. അപ്പൊ 3. അപ്പൊ മെത്ത്, എത്ത്, പ്രൊപ്പ്. പ്രൊപ്പൈൻ എന്നാണ് അതിന്റെ വരണ്ടേ, ആൽക്കെയിന്റെ പേര് അല്ലെ. പക്ഷെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഏതാണ്? കീറ്റോൺ ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു E മാറ്റി, പ്രൊപ്പൈന്റെ E മാറ്റിയിട്ട് ഇവിടെ ഓൺ കൊടുക്കണം. അപ്പൊ എന്ത് വന്നു പേര്? പ്രൊപ്പനോൺ എന്ന് വന്നു. മനസ്സിലായോ? പ്രൊപ്പനോൺ. അപ്പൊ ഈ പ്രൊപ്പനോൺ എന്ന് പറയുന്ന സംയുക്തം അതിനെയാണ് എന്ത് പറയുക? അസറ്റോൺ എന്ന് പറയുന്നത്. അസറ്റോൺ. ഓക്കെ, ഇനി 3ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള കീറ്റോണുകളുടെ നാമകരണം ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം പരിഗണിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം 3ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള കീറ്റോണുകളെ നാമകരണം ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. അപ്പൊ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എണ്ണം വരും? 5 എണ്ണം വരും അല്ലെ. ഇനി അടുത്തത്, ഇത്രയും കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കെയിന്റെ പേര് എന്താണ്? എന്താണ്? പെന്റെയിൻ എന്നല്ലേ. പെന്റെയിൻ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ശരിയായ സ്ഥാനസംഖ്യ ഏതാണ്? ചെറിയ സ്ഥാനം കിട്ടണം അല്ലെ. അപ്പൊ നമുക്കിവിടെ 2 എടുക്കാം. അപ്പൊ 2 കൊടുക്കാം. ഓക്കെ, ഇനി പേരെങ്ങനെ കൊടുക്കാം? കണ്ടോ, IUPAC നാമം കൊടുക്കുമ്പോൾ പെന്റൻ ഹൈഫൺ സ്ഥാനസംഖ്യ ഹൈഫൺ ഓൺ. കീറ്റോണിന്റെ ഓൺ. കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഇനി ഇത് കണ്ടോ, ഇവിടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ പൊസിഷൻ വന്നത് ഈ ഒരു സ്ഥാനത്താണ്. ഇതേ സംഭവം തന്നെയാണ്, 5 കാർബൺ ആറ്റം തന്നെയാണ് വരുന്നത്. ഇവിടെ കണ്ടോ, 2ാമത്തെ സ്ഥാനത്താണ് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പേര് ഏത് രീതിയിൽ മാറും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കാം, നമ്പർ കൊടുക്കാം. 1 2 3 4 5. എങ്ങനെ കൊടുത്താലും 3 തന്നെയല്ലേ വരുള്ളൂ. ഇങ്ങനെ കൊടുത്താലോ 1 2 3 4 5. ഓക്കെ, അപ്പൊ 3 തന്നെയാണ് പൊസിഷൻ വരുന്നത്. ഇനി എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. ഓക്കെ, അപ്പോ പെന്റെയിൻ, ആൽക്കെയിൻ ആണെങ്കിൽ പെന്റെയിൻ എന്ന് പേര് വരും അല്ലെ. അപ്പൊ പെന്റെയിൻ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മാറ്റണം. എന്നിട്ടോ പൊസിഷൻ കൊടുക്കണം. പൊസിഷൻ 3 ആണ്. ഇനി എന്ത് ചെയ്യണം? കീറ്റോൺ ഗ്രൂപ്പിന്റെ ഓൺ ചേർക്കണം. അപ്പൊ എങ്ങനെ വരും അതിന്റെ പേര്? പെന്റാൻ 3 ഓൺ എന്ന് വരും. പെന്റാൻ
3 on. കിട്ടിയല്ലോ. ഓക്കെ. ഇനി അടുത്തത് ഹാലോ ഗ്രൂപ്പ് ആണ്. ഹാലോ ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, ഹാലോ ഗ്രൂപ്പിലേക്ക് വരുന്നു. അപ്പോ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം തുല്യ എണ്ണം ഹാലജൻ ആറ്റങ്ങൾ ചേരുമ്പോൾ, ഹാലജൻ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്ലോറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം. അപ്പോ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരമായിട്ട് തുല്യ എണ്ണം ഹാലജൻ ആറ്റങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തങ്ങളെ ഹാലോ സംയുക്തങ്ങൾ എന്ന് പറയുന്നു. ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. അത് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള ഓർഗാനിക് സംയുക്തങ്ങളാകാം. മനസ്സിലായോ? ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നോക്കിയേ. ആദ്യം ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് ആദ്യം കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു ഹൈഫൺ കൊടുക്കുക. ഹാലോ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക. ആൽക്കെയിനിന്റെ പേര് കൊടുക്കുക. ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ IUPAC നാമമാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ IUPAC നാമം എഴുതുമ്പോൾ ആദ്യം എന്ത് കൊടുക്കണം? ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം. അപ്പൊ ആദ്യം നമുക്ക് സ്ഥാനസംഖ്യ എഴുതണം അല്ലെ. സ്ഥാനസംഖ്യ എഴുതുമ്പോൾ ചെറിയ സ്ഥാനമാണ് എപ്പോഴും ഇങ്ങനെ പരിഗണിക്കേണ്ടത്. അപ്പൊ 1 എന്നുള്ളതാണ് സ്ഥാനസംഖ്യ ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ഥാനസംഖ്യ എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഇത്രയും കാർബൺ ആറ്റമുള്ള ആൽക്കെയിന്റെ പേര്, എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3 കാർബൺ ആറ്റമല്ലേ ഉള്ളൂ. ഇതെന്താണ്? ഇത് ക്ലോറിൻ ആണ് കേട്ടോ. അപ്പൊ മൊത്തം 3 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ 3 കാർബൺ ആറ്റം. അപ്പൊ നമുക്ക് എത്ര പേര് കൊടുക്കാം? മെത്ത്, എത്ത്, പ്രൊപ്പ്. ആൽക്കെയിൻ അല്ലേ, അപ്പൊ പ്രൊപ്പെയിൻ എന്ന് കൊടുക്കാം. ഇനി ഹാലോ ഗ്രൂപ്പിന്റെ പേര് എന്താണ്? ക്ലോറോ അല്ലെ. ഇതിൽ ഏതാ കൊടുക്കണ്ടേ? മുകളിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫ്ലൂറോ, ക്ലോറോ, കണ്ടോ? ക്ലോറോ. അപ്പൊ ഇവിടെ ഏതാണ്? ക്ലോറോ എന്നുള്ളതാണ് ഗ്രൂപ്പിന്റെ പേര്, ഹാലോ ഗ്രൂപ്പിന്റെ പേര്. ഹാലോ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനസംഖ്യ എത്രയാണ്? 1 ഒന്നല്ലേ. ഇനി IUPAC നാമം കൊടുക്കുമ്പോൾ ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം എത്രയാണ്? 1. ഇനി എന്ത് ചെയ്യണം? ഒരു ഹൈഫൺ ഇടണം. എന്നിട്ടോ ക്ലോറോ, ഹാലോ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ക്ലോറോ എന്നാണ്. അപ്പൊ ക്ലോറോ എന്ന് ചേർത്തു. ഇനി എന്താ ചേർക്കണ്ടേ? ആൽക്കെയിന്റെ പേരെന്താണ്? പ്രൊപ്പെയിൻ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വന്നു? 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാ ഒരു സംയുക്തം തന്നിട്ടുണ്ട്. ഇതിന്റെ പേര് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ആദ്യം നമ്പർ കൊടുത്തു നോക്കാം. 1, 2, 3, 4. ഇപ്പൊ ഇവിടെ 3 എന്നുള്ള പൊസിഷനാണ് വന്നത്. തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കാം. 1, 2, 3, 4. ഇവിടെ 2 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം രണ്ടാമത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യാം. ഇത് ഞാൻ അങ്ങ് റബ്ബ് ചെയ്തു. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഈ ഒരു സംയുക്തത്തിന് നമുക്ക് പേര് കൊടുക്കണം അല്ലെ. അപ്പൊ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം അല്ലേ. അപ്പൊ എങ്ങനെ വരും പേര്? ബ്യൂട്ടെയിൻ എന്ന് വരും അല്ലെ. ബ്യൂട്ടെയിൻ ആണ്. ഇനി ഇതിന്റെ സ്ഥാനസംഖ്യ എന്ന് പറയുമ്പോൾ 2 ആണ്. 2ല് 2 ബ്രോമിൻ വരുന്നില്ലേ? ഇവിടെ ഒരു ബ്രോമിൻ, ഇവിടെ ഒരു ബ്രോമിൻ, ബ്രോമോ എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് കൊടുക്കണം? 2 ഡൈ. 2 എണ്ണം ഇല്ലേ? 2 എണ്ണമാണ് എന്ത് കൊടുക്കണം? ഡൈ എന്ന് കൊടുക്കണം. ഡൈ എന്ത് കൊടുക്കുക? ബ്രോമോ ബ്യൂട്ടെയിൻ എന്ന് കൊടുക്കുക. ഇതിനിടയ്ക്ക് ഗ്യാപ്പിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗ്യാപ്പിന്റെ ആവശ്യമില്ല. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. ഈ രീതിയിൽ വരും. മനസ്സിലായോ? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എടുത്ത് എഴുതിയിട്ടുണ്ട്. 4 എണ്ണമാണ്. അപ്പോൾ ബ്യൂട്ടെയിൻ എന്ന് വന്നു. ഇനി ഡൈ എന്തുകൊണ്ട് വന്നു? ഇവിടെ 2 ബ്രോമോ ഗ്രൂപ്പ് 2 എണ്ണം വന്നിട്ടുണ്ട് അല്ലെ. ഹാലോ ഗ്രൂപ്പിൽ ബ്രോമോ 2 എണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ഡൈ എന്ന് കൊടുത്തത്. കണ്ടോ? എന്നിട്ട് ബ്രോമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പിന്റെ പേര്. ഈ രീതിയിൽ കൊടുത്തു. ഇനി അടുത്ത ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കാം. 2, 3 ഡൈ. ഉണ്ടോ? 2 എണ്ണം വരുമ്പോഴാണ് ഇവിടെ ഡൈ എന്ന് കൊടുക്കേണ്ടത്. 3 എണ്ണമാണ് വരുന്നെങ്കിൽ ട്രൈ എന്ന് കൊടുക്കണം. 2, 3 ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ എന്നാണ്. അപ്പൊ ബ്യൂട്ടെയിൻ ആണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടെയിൻ വന്നതിന്റെ അർത്ഥം എന്താണ്? 4 അല്ലെ. 4 ആൽക്കെയിൻ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ 4 കാർബൺ ആറ്റം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ 4 എണ്ണം നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം. 4. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടെ കാർബൺ ആറ്റം അത് നോക്കിയാൽ എത്ര ക്ലോറായി വന്നേക്കുന്നത്? ഡൈ ക്ലോറോ. അത് 2ലും 3ലും ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും കൊടുക്കാം. ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl. മനസ്സിലായല്ലോ? ക്ലോറോ ആണ്. അപ്പൊ Cl ആണ് കൊടുക്കേണ്ടത് അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ ഒരു 3 എണ്ണം വേണം. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ഹൈഡ്രജൻ കൊടുത്താൽ മതി അല്ലെ. ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെയും ഓൾറെഡി ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ഇനി ഒരു ഹൈഡ്രജൻ മാത്രം മതി. ഇവിടെ ആണെങ്കിലോ CH3 ആണ് വേണ്ടത്. അപ്പോ നോക്കിയേ, നമ്പർ കൊടുക്കുമ്പോൾ 2, 3 ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ എന്ന് വന്നു. ഇനി ഇവിടെ നോക്കിയേ, ഇത് ഏതാ? ഇത് ആരായിരിക്കുന്നത്? ഇവിടെ ഫ്ലൂറിൻ അല്ലേ. ഇനി നമുക്ക് ഇതിന് പേര് കൊടുത്ത് നോക്കാം. ഓക്കെ,
പേര് കൊടുക്കുമ്പോൾ നമ്പേഴ്സ് കൊടുക്കണം. ആദ്യം 1 2 3. അപ്പോ സ്ഥാനസംഖ്യ 2 അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഹൈഫൺ ഇടണം. ഫ്ലൂറോ. ഇനി എന്ത് ചെയ്യണം? മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ് 3 അല്ലെ. അപ്പൊ എന്ത് കൊടുക്കണം? പ്രൊപ്പെയിൻ എന്ന് കൊടുക്കണം. എഫ് ക്യാപിറ്റൽ ആണ് വേണ്ടത്. ഫ്ലൂറോ പ്രൊപ്പെയിൻ. ക്ലിയർ ആയല്ലോ. ഇത് ഇവിടെ ഒരു അയഡിൻ വന്നിട്ടുണ്ട്. മൊത്തം കാർബൺ ആറ്റം ആദ്യം നമുക്ക് എണ്ണാം. 1 2 3 4 5. അപ്പൊ പെന്റെയിൻ ആണ് വരേണ്ടത്. പെന്റെയിൻ വന്നിട്ടുണ്ട്. പിന്നെന്താ വേണ്ടത്? ഈ ഒരു ഗ്രൂപ്പ് അയഡിൻ വന്നിരിക്കുന്നത് എവിടെയാന്ന് നോക്കണം. എവിടെയാ അയഡിൻ വന്നിരിക്കുന്നത്? ഒന്നാമത്തെ പൊസിഷനിൽ തന്നെയാണ്. അപ്പൊ എങ്ങനെ വരും? 1 എന്നിട്ട് എന്ത് കൊടുക്കുക? ഒരു ഹൈഫൺ കൊടുക്കുക. എന്നിട്ടോ അയഡോ പെന്റെയിൻ എന്ന് ചേർക്കണം. അയഡോ പെന്റെയിൻ. ഓക്കെ, ക്ലിയർ ആയോ? അയഡിൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അയഡോ. ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ എന്ന രീതിയിൽ കൊടുക്കാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അവസാനത്തെ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, ആൽക്കോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ OR ഈ രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. OR കണ്ടോ? ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് ഈഥറുകൾ. ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് ഈഥറുകൾ. R എന്നത് ആൽക്കെയിൻ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു. അവയുടെ UPSC നാമം എഴുതുന്നത് ഏത് രീതിയിലാണ് എന്നാണ് അടുത്തത് നോക്കാം. CH3O CH2 CH3 ഇതിന്റെ IUPAC നാമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ എഴുതുക നോക്കാം. ഇവിടെ O ഗ്രൂപ്പിനെ ഇവിടെ കണ്ടോ, OR എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റെപ്രസെന്റേഷനിൽ OR എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ ഈഥറുകൾ എന്ന് പറയുന്നു. ഇതിലെ R എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞേ? ആൽക്കെയിൻ ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നോക്കാട്ടോ. O ഈ ഗ്രൂപ്പിനെ ഈഥർ ലിങ്കേജ് എന്നാണ് വിളിക്കുന്നത്. ഈഥർ ലിങ്കേജ് ഈ രീതിയിലാണ് കാണിക്കുക. ഇരുവശത്തുമുള്ള ആൽക്കെയിൻ ഗ്രൂപ്പുകളിൽ നീളം കൂടിയതിനെ ആൽക്കെയിനായും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും പരിഗണിക്കണം. മനസ്സിലായോ? ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതില് നീളം കൂടിയ ചെയിൻ ഇത് കണ്ടോ, ഈ സിമ്പിളിന് അപ്പുറം ഇപ്പുറം, അതായത് ഈഥർ ലിങ്കേജിന് ഇരുവശം എന്തുണ്ട്? ആൽക്കെയിൻ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇതില് നീളം കൂടിയിട്ടുള്ള ഇരുവശവുമുള്ള ആൽക്കെയിൻ ഗ്രൂപ്പുകളിൽ നീളം കൂടിയതിനെ ആൽക്കെയിൻ ആയിട്ട് എടുക്കണം. ഇവിടെ 2 കാർബൺ ആറ്റം ഇല്ലേ? അപ്പൊ ഇതല്ലേ നീളം കൂടിയത്, ഇതിനെ ആൽക്കെയിൻ ആയിട്ടും പരിഗണിക്കണം. നീളം കുറഞ്ഞതിനെ എന്ത് ചെയ്യണം? ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന രീതിയിലും പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവയ്ക്ക് പേര് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ പേര് കൊടുത്തു നോക്കിയേ? മീതോക്സി ഈഥെയിൻ. ഇത് കണ്ടോ, ഈ നീളം കുറഞ്ഞതിനെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ആൽക്കോക്സി. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? മീതോക്സി എന്ന് വന്നത്. ഒരു കാർബൺ ആറ്റം മാത്രം ഉള്ളതിന് എന്ത് ചെയ്തു? ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് പരിഗണിച്ചു. അപ്പൊ ഇവിടെ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഇവിടെ മീതോക്സി എന്ന് കൊടുത്തു. ഇനി ഇവിടെ കണ്ടോ, 2 കാർബൺ ആറ്റം ഉണ്ട്, അതിനെ എന്തായി പരിഗണിക്കാനാണ് പറഞ്ഞത്? അതിനെ ആൽക്കെയിൻ ആയിട്ട് പരിഗണിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈഥെയിൻ എന്ന് പേര് വന്നത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ കണ്ടോ, ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് രണ്ടു വശത്തുമായിട്ട് ഓരോ കാർബൺ ആറ്റം വീതമുള്ള ആൽക്കെയിൻ ആണ് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൽക്കെയിൻ ആയിട്ടും മറ്റേതിനെ ആൽക്കോക്സി ഗ്രൂപ്പായിട്ടും പരിഗണിക്കാം. അപ്പൊ എങ്ങനെ വരും? രണ്ടും മീഥെയിൻ തന്നെ, മീതോ എന്നുള്ള രീതിയിലാണ് വരിക അല്ലെ, ഒറ്റ കാർബൺ ആറ്റം വീതം. അപ്പൊ ഇവിടെ മീതോക്സി മീഥെയിൻ. ഒന്നിനെ ആൽക്കോക്സി ഗ്രൂപ്പായിട്ടും ഒന്നിനെ ആൽക്കെയിൻ ആയിട്ടും പരിഗണിച്ചു. ഇവിടുത്തെ റൂൾ എന്താന്ന് വെച്ചാൽ നീളം കൂടിയതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആൽക്കെയിനായി പരിഗണിക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഇതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആൽക്കെയിൻ ആയിട്ട് പരിഗണിക്കേണ്ടത്. നീളം കുറഞ്ഞ ഇതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആൽക്കോക്സി ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഓക്സിയുടെ പേരാണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു കാർബൺ ആറ്റം ആണുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെ പേര് കൊടുക്കാം? മീതോക്സി എന്ന് പേര് കൊടുത്തു അല്ലെ. ഇനി ഇവിടെ എത്ര ഉണ്ട്? 1 2 3. ഇപ്പൊ പ്രൊപ്പാണ്, പ്രൊപ്പെയിൻ. മീതോക്സി പ്രൊപ്പെയിൻ എന്നാണ് അതിന്റെ പേര്. മനസ്സിലായോ? മീതോക്സി പ്രൊപ്പെയിൻ. ഒന്ന് മനസ്സിരുത്തി കേട്ടാൽ ഇത് മനസ്സിലാവും, ഈസി ആണ് കേട്ടോ. ഇനി അടുത്തത് ഈതോക്സി പ്രൊപ്പെയിൻ ആണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഈതോക്സി പ്രൊപ്പെയിൻ അത് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഒരു വശത്ത് നീളം കൂടിയതും മറുവശത്ത് നീളം കുറഞ്ഞതുമായിട്ടുള്ള ചെയിനുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നീളം കൂടിയതിനെ ആൽക്കെയിൻ ആയിട്ട് പരിഗണിക്കണം. അത് പ്രൊപ്പൈൻ. കണ്ടോ, 3 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം. ഈ ഭാഗത്ത് C ഇവിടെ CH3
ഇവിടെ CH2, ഇവിടെ CH2. ഇപ്പൊ എന്തായി? പ്രൊപ്പൈനായി. ഇനി അടുത്തത് ഈതോക്സി ആണ് എഴുതേണ്ടത്. ഈതോക്സി എന്ന് പറയുമ്പോൾ മെത്ത് എത്ത് അല്ലെ, രണ്ടെണ്ണമാണ് വേണ്ടത്. അപ്പൊ നോക്കിയേ, 2 കാർബൺ ആറ്റാണ് വേണ്ടത്. ഇവിടെ CH2, ഇവിടെ CH3. CH3, CH2O, CH2, CH2, CH3. ഇതെന്താണ്? ഈതോക്സി പ്രൊപ്പൈൻ ആണ് വരുന്നത്. മനസ്സിലായില്ലേ? വളരെ ഈസിയാണ് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഒന്ന് ചെയ്ത് വന്നാലും ഓരോന്നിന്റെ പേര് കൊടുക്കേണ്ട രീതി മനസ്സിലാക്കിയാലും അത് വളരെ എളുപ്പമായിരിക്കും. ഇനി ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ള 6ഓളം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ അത് ഒന്ന് ബോക്സ് ആക്കി തന്നിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരും അതിന്റെ പൊതുവായിട്ടുള്ള പേരും ഒക്കെ ഏത് രീതിയിൽ പഠിക്കാമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. COOH എന്തായിരുന്നു? കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ കാർബോക്സിൽ എന്നുള്ളതാണ് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. കാർബോക്സിലിക് ആസിഡ് ആണ് അതിന്റെ പൊതുവായിട്ടുള്ള പേര്. ഇനി CHO ആണെങ്കിലോ ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പൊതുവായിട്ടുള്ള പേരും എങ്ങനെ തന്നെയാണ്? ആൽഡിഹൈഡ് തന്നെയാണ്. ആൽഡിഹൈഡ്. ഇനി കീറ്റോസ് വന്നിട്ടുണ്ട്. കീറ്റോണുകൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കീറ്റോണുകൾ എന്നാണ് അതിന്റെ പൊതുവായിട്ടുള്ള പേര്. കീറ്റോണുകൾ. ഇനി OR വരുമ്പം ഈതറുകൾ എന്നല്ലേ പറയുന്നത്? ആൽക്കോക്സി ആണ്. ആൽക്കോക്സി ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈതറുകൾ എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, ഹാലോ സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാലോ ഗ്രൂപ്പ് ആണ്. ഹാലോ ഗ്രൂപ്പ്. ഓക്കെ, ഹാലോ ഗ്രൂപ്പ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫുള്ളും എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ബേസ് ചെയ്തിട്ടാണ്. 6 ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി തൊട്ടടുത്ത ദിവസം നമ്മൾ പാർട്ട് 4 ആയിട്ട് നമുക്ക് ആരോമാറ്റിക് സംയുക്തങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്താന്നുള്ള കാര്യങ്ങളും അതുപോലെ ഇനി ഐസോമെറിസവും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ റിമൈൻഡ് ചെയ്യുന്ന ഭാഗങ്ങൾ. തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ 10th സ്റ്റാൻഡേർഡിലെ 2nd ചാപ്റ്റർ വരുന്നുണ്ട്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. അതും ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ടാലന്റിന്റെ റാങ്ക് ഫയൽ ബേസ് ചെയ്തിട്ട് ലൈവ് ക്ലാസ്സിലൂടെ റാങ്ക് ഫയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, റാങ്ക് ഫയൽ പഠിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. കൂടാതെ നമ്മുടെ പെയ്ഡ് ക്ലാസിന്റെ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. 777 മാത്രമാണ് നമ്മുടെ എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.